ഏത് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്താലും അവസാനിക്കുന്നത് ഫുഡിലായതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരു വെറൈറ്റിക്ക് സ്റ്റാർട്ടിങ് തന്നെ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒട്ടൻചിത്രം ഹൈവേയിലുള്ള അപൂർവ സ്വീറ്റ്സ് ആൻഡ് കോഫി എന്ന് പറഞ്ഞ കടയിലാണ്. ഇത് പ്യുവർ വെജിറ്റേറിയൻ കടയാണ്. ഇറങ്ങുമ്പോൾ ഞങ്ങൾ ജ്യൂസ് കഴിക്കുന്നതാണ് പ്ലാൻ ചെയ്തതെങ്കിലും അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ മൈൻഡൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പലർക്കും പല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് എല്ലാവരും ഓർഡർ ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ഐറ്റംസ് ആണ് കേട്ടോ. ചപ്പാത്തി, പൊറോട്ട, ചില്ലി പൊറോട്ട, സാമ്പാർ റൈസ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാമ്പാർ റൈസാണ് കേട്ടോ. ഇവിടെ സാമ്പാർ സാദം എന്നാണ് പറയുക. സാമ്പാർ സാദവും പിക്കിളും വെച്ച് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾ അതിൻ്റെ കൂടെ ഞങ്ങളൊരു ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നട്ടുച്ച സമയത്ത് എല്ലാവരും ജ്യൂസ് കഴിക്കുമ്പോൾ ദീപി മാത്രം വെറൈറ്റി ആയിട്ട് കോഫി ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് വട്ടാണോ എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണോ എന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പുറത്തൊക്കെ നിൽക്കുക. അപ്പോൾ ഇതായിരുന്നു കേട്ടോ അതിൻ്റെ എൻട്രൻസ്. ഇവിടെ തന്നെ ടോയ് സെക്ഷൻസിൻ്റെ കടയും അത് സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ നോക്കിയപ്പോൾ കുറച്ച് സ്വീറ്റ്സ് പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നാരങ്ങ മുട്ടായിനെയാണ് ഓർത്തത്. അപ്പോൾ അതും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാറിൽ കയറി ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നിങ്ങൾ പളനിയൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതും ഒരു നല്ല ലൊക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് പോകാൻ പറ്റിയത്. നല്ല അടിപൊളി അമ്പലമാണ്. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു വേറെ തന്നെ ഒരു വൈബും ഒരു വേറൊരു അറ്റ്മോസ്ഫിയറും ഒക്കെയാണ് അവിടെ ഉണ്ടാവുക. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. നിങ്ങൾ പ്രൈവറ്റ് വെഹിക്കിളാണെങ്കിൽ വരുന്നെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഗൂഗിളിൽ ഉണ്ടാവും. അതല്ല നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പളനിയിൽ നിന്ന് ഒട്ടൻചത്രം വന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഓട്ടോയോ അല്ലെങ്കിൽ തങ്കച്ചാമ്പട്ടിയിലേക്കുള്ള ലോക്കൽ ബസ്സോ കയറിയിട്ട് ഇവിടെ വരാവുന്നതാണ്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ എത്തി. മമ്മി ഡാഡിയും കൂടെ വരുന്നുണ്ടായിരുന്നു. അവർ വേറെ വണ്ടിയിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ട് അവരും കൂടെ വന്നതിന് ശേഷം അമ്പലത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഫ്രീ ടൈം കിട്ടിയ സമയം കൊണ്ട് ദീപി അവിടെയുള്ള മരത്തിലൊക്കെ വരഞ്ഞ് കയറാനും തൂങ്ങിക്കളിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന അടുപ്പൊക്കെ എന്തിനാണ് കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രൈഡേ, ട്യൂസ്ഡേ അതുപോലെ സാറ്റർഡേയിൽ ചില നേർച്ചകളൊക്കെ കൊടുത്ത ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് കുക്കൊക്കെ ചെയ്യും. അതായത് നമ്മൾ ഈ കടാവെട്ട്, കോഴി അങ്ങനെയൊക്കെ നമ്മൾ നേർച്ച കൊടുക്കില്ലേ, അതേപോലെ ഇവിടെയും ചില നേർച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് കുക്ക് ചെയ്യാം, അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുക്ക് ചെയ്യാം. ആ സമയത്താണ് ഞങ്ങൾ ഈ തള്ളുവണ്ടി കണ്ടത്. ഇവിടെ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ വിൽക്കില്ലേ, നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിട്ടുള്ള ഈ എന്താ പറയുക ഈ സേമിയ അതേപോലെ ഇതൊക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ ടൈമിലൊക്കെ 2 രൂപയ്ക്കും 5 രൂപയ്ക്കൊക്കെ നമ്മൾ വീട്ടിലറിയാതെയൊക്കെ കഴിച്ചുകൊണ്ടിരില്ല. അതേ സാധനമായിരുന്നു ഇത് ഞാനിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തിന് പോയവരെ എനിക്കിതൊന്നും കാണാൻ കിട്ടാറില്ല. ഇപ്പം നമ്മുടെ അവിടെ ചോക്കോബാർ, മാംഗോ ബാറൊക്കെ ആയി മാറിയില്ലേ. അങ്ങനെ ഇതൊരു അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് എൻട്രൻസ് ആണ്. ആ സൈഡിലുള്ളത് ഒരു സൈഡ് എൻട്രൻസ് ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതാണ് ഈ വഴി നമുക്ക് ഉള്ളിൽ കയറാം. ആ ഓപ്പോസിറ്റ് സൈഡ് വഴി ഉള്ളിൽ കയറാം. കാണാൻ കുഞ്ഞമ്പലമാണെങ്കിലും ഇവിടുത്തെ ദേവിക്ക് ഭയങ്കര ശക്തിയാണെന്നാണ് കേട്ടോ ഇവരിലുള്ളവരുടെ വിശ്വാസം. വിവിയുടെ മമ്മി ഡാഡിയും കല്യാണം കഴിഞ്ഞ് ഒരു 20-30 വർഷങ്ങൾക്ക് മുമ്പേ മുതൽ ഈ അമ്പലത്തിൽ വരാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പോഴും അവർ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലും